ഒരിക്കൽ ഞാൻ എൻ്റെ മാനേജറോട് പറഞ്ഞു, സാർ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ദിവസം, അതാണ് എൻ്റെ സ്വപ്നം. ആര് ഇംഗ്ലീഷിൽ എന്ത് ചോദിച്ചാലും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോയാലും, ഒരു പ്രസൻറ്റേഷന് പോയാലും, കമ്പനി മീറ്റിങ്ങിന് പോയാലും, ആര് എന്നോട് എന്ത് ചോദിച്ചാലും ഇംഗ്ലീഷിലാണ് മറുപടി പറയേണ്ടതെങ്കിൽ ഫ്ലുവൻ്റ് ആയിട്ട്, ഈവൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും കോൺഫിഡൻസോട് കൂടിയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വപ്നം എന്ന് ഞാൻ മാനേജറോട് ഒരിക്കൽ പറഞ്ഞിട്ടോ. പുള്ളിക്കാരൻ എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഈ ഒരു ചോദ്യമാണ് ആക്ച്വലി എൻ്റെ ഒരു ചിന്താഗതി ഒരു 360 ഡിഗ്രിയിൽ മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിക്കാരനോട് ചോദിച്ച ചോദ്യം, ഷിജു, ആർ യു ഇൻട്രസ്റ്റഡ് ഓർ ആർ യു കമ്മിറ്റഡ്? അപ്പോൾ ഞാനിങ്ങനെ ആ കൺഫ്യൂഷനായി പോയി. ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്നും പറയുകയും ചെയ്തു, ഈ ഇൻട്രസ്റ്റഡ് എന്താണ് കമ്മിറ്റഡ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡിഫറൻസ് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ആക്ച്വലി വാട്ട് ഡു യു മീൻ ബൈ ഇൻട്രസ്റ്റഡ് ഓർ കമ്മിറ്റഡ്? എന്താണ് താങ്കൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? കാരണം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ചോദിക്കണല്ലോ. പുള്ളി പറഞ്ഞു, സിജു, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു വിൽ ഫൈൻഡ് എ വേ ടു പ്രാക്ടീസ് ഓൺ യുവർ കൺവീനിയൻസ്. ലൈക്ക് നമ്മുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾ, അതായത് നമ്മുടെ ഒഴിവ് സമയത്തിനനുസരിച്ച് ജോലിയുടെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴാണോ ഫ്രീ കിട്ടുന്നത് ആ ടൈമിലൊക്കെ നീ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനായിട്ട് യു വിൽ ട്രൈ യുവർ ലെവൽ ബെസ്റ്റ്, അല്ലേ? നീ എന്തായാലും ട്രൈ ചെയ്യും. പക്ഷേ യു വിൽ ഫൈൻഡ് ലോഡ് ഓഫ് എക്സ്ക്യൂസസ്. അതായത് നീ പറയും, ഐ സ്റ്റഡീഡ് ഇൻ എ മലയാളം മീഡിയം, അതായത് ഞാനൊരു സാധാരണ സ്കൂളിൽ പഠിച്ച ആളാണ്, ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ആളാണ്, ഐം കമ്മിങ് ഫ്രം എ ലൈക്ക് എ നോർമൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഭയങ്കര ഒരു സംഭവം ഒന്നുമില്ല, ഞാൻ അങ്ങനെ ഒരു ഹൈഫൈ സെറ്റപ്പ് ഒന്നുമില്ല. എൻ്റെ വീട്ടുകാരെന്നെ ഒരിക്കലും നല്ല സ്കൂളിലല്ല പഠിപ്പിച്ചത്. അങ്ങനെ എനിക്ക് കാര്യമായ ജോലിയുണ്ട്, ജോലിയുടെ ഇടയിൽ എനിക്ക് സമയം കിട്ടുന്നില്ല. സോ യു വിൽ ഫൈൻഡ് ലോഡ് ഓഫ് എക്സ്ക്യൂസസ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ടോപ്പിക്. അതായത് നമുക്ക് പഠിക്കണമെന്ന് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്കതിന് ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള എക്സ്ക്യൂസസുകൾ ഒരുപാട് കണ്ടെത്തിയിട്ട് നമ്മുടെ ബ്രെയിൻ പറയും, ഇത്ര പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് മിസ്റ്റർ ഷിജു തോമസ് താങ്കൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത്. അല്ലാണ്ട് താങ്കളുടെ കുഴപ്പം കാരണമല്ല, താങ്കളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മോശമാണ്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് മോശമാണ്, ഫിനാൻഷ്യൽ സെറ്റപ്പ് മോശമാണ്, താങ്കൾക്ക് ജോലിയുടെ ഇടയിൽ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ വീക്കെൻഡ് ആകെ ഒരു ദിവസം 2 ദിവസം മാത്രമാണ് മുടക്കുള്ളൂ, അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊന്നും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട്, നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് നീ ഇംഗ്ലീഷ് സംസാരിക്കാത്തത്. നിൻ്റെ കുഴപ്പമല്ല കേട്ടോ എന്ന് നമ്മൾ ബ്രെയിൻ നമ്മളെ പറഞ്ഞ് കൺവിൻസ് ആക്കും. പക്ഷേ നേരെ മറിച്ച് ഇഫ് യു ആർ കമ്മിറ്റഡ് there is no excuse. You will find a way to speak. You will find an option, like you don't find any excuses. If you are committed, നമുക്ക് ഈ എക്സ്ക്യൂസുകളൊന്നും ഒരു ഓപ്ഷൻ ഇല്ല. കാരണം നമ്മൾ സംസാരിച്ചേ പറ്റൂ. നമ്മൾ അതിനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ എന്തായാലും കണ്ടെത്തും, നമ്മൾ അതിനുള്ള വേ കണ്ടെത്തും, നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യും. ഈ ഒരു ചിന്താഗതി പറഞ്ഞപ്പോഴോട് കൂടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടി കമ്മിറ്റഡ് ആയതും എനിക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ആക്കണം, അല്ലെങ്കിൽ എന്ത് അറ്റ് എനി കോസ്റ്റ്, ഡു ഓർ ഡൈ സിറ്റുവേഷൻ പോലെ അറ്റ് എനി കോസ്റ്റ് ഐ ഹാവ് ടു പ്രാക്ടീസ്, ഐ ഹാവ് ടു സ്പീക്ക്, ഐ ഹാവ് ടു ഡെവലപ്പ് മൈ ഇംഗ്ലീഷ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നതും ഞാൻ ഇംഗ്ലീഷ് കുറച്ചൊക്കെ ഫ്ലുവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കോൺഫിഡൻസോട് കൂടിയിട്ട് സംസാരിക്കാനിടയായത് കേട്ടോ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങളിലേക്ക് പാസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഐ എം മേക്കിംഗ് ലോട്ട് ഓഫ് വീഡിയോസ്. I believe this is gonna helpful. If you find something valuable from this video, give me a thumbs up and let me know in the comment section. Okay, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. Take care. Bye bye.